രാമചന്ദ്രാഭിഷേകം ശ്രീരാമചന്ദ്രാഭിഷേകം സീതയാ സഹിത രാമചന്ദ്ര രഘുവീരരാജ്യാഭിഷേകം ശ്രീനീലകണ്ഠാഭിഷേകം ആഞ്ജനേയ പരിസേവ്യൻ ധീരഭരതാഭിപൂജ്യൻ വീരലക്ഷ്മണ കുമാര ശത്രുഘ്ന സോദരാർച്ചിത പദാബ്ജൻ ശ്രീനീലകണ്ഠ ഹൃദയേശൻ രാമചന്ദ്രാഭിഷേകം ശ്രീരാമചന്ദ്രാഭിഷേകം. ആന മതം പൊട്ടിയിട്ട് പാപ്പാന്റെ നിയന്ത്രണത്തിൽ നിൽക്കാതെ തോട്ടിയെല്ലാം തട്ടിക്കളഞ്ഞ് അത്യങ്കുശം ആനയെ നിയന്ത്രിക്കാൻ വേണ്ടി വരുമ്പോഴത്തേക്കും പാപ്പാന്മാർ ഉപയോഗിക്കുന്ന മുഖ്യമായ ആയുധമാണ് തോട്ടി. ആ തോട്ടി കൊണ്ട് മർമ്മസ്ഥാനത്ത് കുരുത്ത് പിടിക്കുമ്പോഴേക്കും ഏത് ആനയും അവിടെ നിൽക്കും. അങ്ങനെ ആ അങ്കുശത്തെ പോലും തട്ടിയെറിഞ്ഞിട്ട് ഒരു ആന അക്രമം പ്രവർത്തിക്കാൻ മുന്നോട്ട് പായുകയാണെന്ന് നോക്കൂ. അതേപോലെ ദൈവവും ഇപ്പോ അരുതാത്ത കാര്യം പ്രവർത്തിക്കാൻ വേണ്ടിയിട്ട് മുന്നോട്ട് പായുകയാണ്. അത്യങ്കുശം തോട്ടിയെ തട്ടിക്കളഞ്ഞിട്ട് പായുന്ന ഉദ്ദാമം കെട്ടുകളെല്ലാം പൊട്ടിച്ച്, കയറുകളെല്ലാം പൊട്ടിച്ച്, ചങ്ങല കെട്ടുകളെ പൊട്ടിച്ച് ചാടുന്ന മതജലോദ്ധതം, മതജലത്താൽ മതം പൊട്ടുക കൊണ്ട് ഇങ്ങനെ പാഞ്ഞുകൊണ്ടിരിക്കുന്ന ജലത്തിന്റെ ആ ഒരു പ്രവാഹത്താല് അങ്ങേയറ്റം അഹങ്കാരത്തോടു കൂടിയവനായിട്ട് പ്രധാവിതം ഓടുന്നവനായ ആനയെ ഏത് പ്രകാരത്തിലാണോ കരുത്തുള്ളവൻ തന്റെ പൗരുഷം കൊണ്ട് നിയന്ത്രിക്കുന്നത്, ഇതേപോലെ ഈ ഗജത്തെ പോലെ അഹങ്കാരത്തോടുകൂടി ഓടി വരുന്ന ദൈവത്തെ, ദൈവം പ്രധാവിതമഹം ദൈവം പൗരുഷേണ നിവർത്തയെ, ഇങ്ങനെ ഈ ആനയെ പോലെ പാഞ്ഞു വരുന്ന ആ ദൈവത്തെ ഞാൻ എന്റെ പൗരുഷം കൊണ്ട് പൂർണ്ണമായിട്ടും കീഴ്പ്പെടുത്തും. അല്ലയോ രാമ, അങ്ങ് അറിഞ്ഞുകൊള്ളൂ. ലോകപാലാഹ സമസ്താസ്തേ നാദ്യ രാമാഭിഷേചനം നജ കൃഷ്ണാസ്ത്രയോ ലോക വിഹന്യു കിം പുനഃ പിതാ. ലോകപാലന്മാരെല്ലാവരും അവരെല്ലാവരും കൂടെ ഒരുമിച്ച് ചേർന്നിട്ട് രാമാഭിഷേകത്തെ മുടക്കാനായിട്ട് ഇപ്പോൾ പുറപ്പെട്ടു വന്നാലോ, അവർ വിചാരിച്ചാലും രാമാഭിഷേകത്തെ തടയാനാവില്ല. അവരുടെ മുഴുവൻ ആയുധങ്ങളെടുത്ത് പ്രയോഗിച്ചാലും രാമാഭിഷേകത്തെ തടയാൻ അവർക്കാവില്ല. പിന്നെയാണോ നമ്മുടെ പിതാവ് രാമാഭിഷേകത്തെ തടയുക? അല്ലയോ രാമ, അങ്ങയുടെ അഭിഷേകത്തെ തടയാൻ ഈ പ്രപഞ്ചത്തിലെ ദൈവത്തിനല്ല ആർക്ക് സാധ്യമല്ലെന്ന് അറിഞ്ഞുകൊള്ളണം. കാട്ടിൽ വസിക്കേണ്ടത് അങ്ങല്ല. ഏർ വിവാസസ്തവാരണ്യേ മിഥോ രാജൻ സമർത്ഥിത. ഏതൊരു രണ്ടുപേരാണോ ഒരുമിച്ച് കൂടിയിരുന്ന് ആലോചിച്ചിട്ട് അങ്ങയെ കാട്ടിൽ കൊണ്ടുപോയി താമസിപ്പിക്കണം, അങ്ങയെ കാട്ടിലേക്ക് കളയണം എന്ന് തീരുമാനിച്ചത്, അതിന് ചില ന്യായങ്ങളും അവർ പറഞ്ഞു വച്ചു, പ്രതിജ്ഞയെന്നും വരമെന്നും ഒക്കെ. അങ്ങനെ ആരാണോ അങ്ങനെ തീരുമാനിച്ചു വെച്ചത്, അരണ്യത്തെ നിവത്സ്യന്തി, അവര് പോയി കാട്ടിൽ പാർക്കും. അവരെ ഞാൻ കാട്ടിലേക്ക് വിടും, അവർ കാട്ടിൽ പാർക്കും. എത്ര കാലം? ചതുർദശ സമാസ്തഥ, 14 വർഷം. ഏത് പ്രകാരത്തിലാണോ അങ്ങ് കാട്ടിൽ പാർക്കണം എന്ന് അവർ വിധിച്ചത്, അതേ പ്രകാരത്തില് 14 വർഷം അവർ കാട്ടിൽ പാർക്കേണ്ടി വരും. അല്ലയോ രാമ, അങ്ങ് ഇപ്പോൾ കാട്ടിൽ പാർക്കേണ്ട ആളല്ല. നമ്മുടെ പൂർവികന്മാരുടെ പാരമ്പര്യം അങ്ങയ്ക്ക് അറിയില്ലേ? പൂർവികന്മാര് ബാല്യത്തില് വിദ്യ അഭ്യസിക്കുന്നു, യൗവനത്തില് രാജ്യത്തെ രക്ഷിക്കുന്നു. കിരീടം ധരിച്ച രാജാവായിരുന്നിട്ട് ധർമ്മത്തിന് ലോപം വരാതെ രാജ്യത്തെ രക്ഷിക്കുന്നു. വാർദ്ധകമാകുമ്പോഴേക്കും തന്റെ മകനിൽ രാജ്യഭാരം ഏൽപ്പിച്ച്, യോഗ്യനായ പുത്രനിൽ രാജ്യഭാരം ഏൽപ്പിച്ച് തപസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് കാനനത്തിലേക്ക് പോകുന്നു. ഇതാണ് നമ്മുടെ പാരമ്പര്യം. വാർദ്ധകേ മുനിവൃത്തീനാം,
യോഗേന അന്തേ തനിത്യജാം എന്ന് കാളിദാസൻ രഘുവംശത്തിന്റെ തുടക്കത്തിൽ പറയും. ഇങ്ങനെയാണ് നമ്മുടെ കാരണവന്മാരായിരിക്കുന്ന മുത്തച്ഛന്മാരായിരിക്കുന്ന രാജർഷിമാരെല്ലാം പ്രവർത്തിച്ചു പോകുന്നത്. അതിൻ പ്രകാരമാണ് കാനനവാസം അതേപോലെ തന്നെ സന്യാസം അനുഷ്ഠിക്കേണ്ടത്. അങ്ങ് ഈ അവസരത്തിലെ കാട്ടിലേക്ക് പോകാനുള്ള ആളല്ല. അങ്ങ് ദീർഘകാലം രാജ്യം ഭരിക്കണം. എന്നിട്ട് അങ്ങയുടെ വാർദ്ധകത്തില് അങ്ങയുടെ മക്കളിൽ യോഗ്യരായിട്ടുള്ള ആളിന് കിരീടം സമർപ്പിച്ച് അങ്ങ് കാട്ടിലേക്ക് പോകണം. ഇപ്പോൾ കാനനത്തിലേക്ക് പോകുന്നത് അനുചിതമാണ്. അങ്ങനെ ഒരു തീരുമാനം മഹാരാജാവും കൈകേയും കൈക്കൊണ്ടത് ഏറ്റവും തെറ്റുമാണ്. അതുകൊണ്ട് അല്ലയോ രാമ, മംഗളൈരഭിഷിഞ്ചസ്വ, നീ സകല മംഗളപദാർത്ഥങ്ങൾ കൊണ്ടും യുവരാജപദത്തിലിരുന്ന അതിന്റെ ആ അഭിഷേകത്തെ സ്വീകരിച്ചുകൊള്ളുക. അങ്ങയുടെ അഭിഷേകം ഉടനെ നടക്കണം. അങ്ങയെ എതിർക്കാൻ വരുന്നവരെ എല്ലാ പേരെയും പൂർണ്ണമായിട്ടും തോൽപ്പിച്ചോടിക്കാനായിട്ട് അഹമേകോ മഹീപാലാൻ അലം വരയിത്തും ബലാത്, ഞാൻ ഒരാൾ മതി മുഴുവൻ രാജാക്കന്മാരെയും ആരൊക്കെയാണോ അങ്ങയെ എതിർക്കാനായിട്ട് ദശരഥന് വേണ്ടിയിട്ട് വില്യമെടുത്ത് വരുന്നത് അവരെ മുഴുവൻ തോൽപ്പിച്ച് ഓടിക്കാൻ ഞാൻ ഒരാൾ മാത്രം മതി. എന്റെ ഈ കരങ്ങൾ എന്തിനുള്ളതെന്ന് അങ്ങയ്ക്കറിയോ? എന്നെ ശോഭാർത്ഥാവിമൗ ബാഹു, എന്റെ ഈ രണ്ട് കരങ്ങളും വെറുതെ ഭംഗിക്ക് വേണ്ടിയിട്ടുള്ളതല്ല, സൗന്ദര്യത്തിന് വേണ്ടിയിട്ടുള്ളതല്ല. നധനുർഭൂഷണായമേ, എന്റെ കയ്യിലിരിക്കുന്ന ഈ വില്ല് ഇത് കേവലം ആഭരണമല്ല. നാസിരാബന്ധനാർത്ഥായ, എന്റെ കയ്യിലിരിക്കുന്ന ഈ വാളുണ്ടല്ലോ, ഇത് വെറുതെ ഇങ്ങനെ ഉറയിലിട്ട് കൊണ്ടു നടക്കാൻ, പ്രദർശന വസ്തുവായിട്ട് കൊണ്ടു നടക്കാനുള്ളതല്ല. നശരാ സ്തംഭയേതവ, അതേപോലെ തന്നെ എന്റെ ഈ അമ്പുകൾ അതും വെറുതെ പ്രദർശന വസ്തുക്കളല്ല. പിന്നെയോ ഇതെല്ലാം അമിത്രമധനാർത്ഥായ സർവമേതച്ചതുഷ്ടയം, ഇത് 4 അമിത്രങ്ങളെ, ശത്രുക്കളെ മുഴുവൻ നശിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ളതാണ്, ഒന്നൊടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ളതാണ്. അല്ലയോ രാമ, ആരെതിർത്ത് വന്നു കഴിഞ്ഞാലും ഞാൻ തകർക്കും, അങ്ങയെ സിംഹാസനത്തിലിരുത്തി അഭിഷേകം ചെയ്യും എന്ന് ലക്ഷ്മണകുമാരൻ വീണ്ടും അങ്ങേയറ്റം ക്രോധത്തോടു കൂടിയിട്ട് രാമനോട് പറയുന്നത് നമ്മൾ ഈ അയോധ്യാകാന്ഡത്തിലെ 23-ാമത്തെ സർഗത്തിൽ കണ്ടു. ഇനി 24-ാമത്തെ സർഗത്തിലേക്ക് പ്രവേശിക്കുക. അവിടെയാണ് പരിപൂർണമായിട്ടും ലക്ഷ്മണനെ ശ്രീരാമചന്ദ്രൻ തന്റെ വാക്കുകളെ കൊണ്ട് തൻ്റെതായിട്ടുള്ള ആ ധർമ്മ സങ്കല്പത്തിലേക്ക് വരുത്തി തന്റെ വരുതിക്ക് കീഴിൽ നിർത്തുന്നത്. ലക്ഷ്മണൻ പൂർണ്ണ ബോധ്യം വരുന്നത് ആ വാക്കുകളിലാണ്. രാമനോടുള്ള സ്നേഹാധിക്യവും ധർമ്മത്തോടുള്ളതായ സ്നേഹാധിക്യവും അതേപോലെ തന്നെ ധർമ്മം നടപ്പിലാക്കാനുള്ള ഉത്സാഹവും ഒക്കെയാണ് ലക്ഷ്മണനെ ഈ പ്രകാരത്തിൽ പ്രളയാഗ്നി പോലെ ജ്വലിപ്പിച്ചത്. അത് ശാന്തമായി വരാൻ കുറേയേറെ ഉപദേശം ആവശ്യമായി തീർന്നു. ക്രമേണ രാമന്റെ ബുദ്ധിപൂർവകമായ ആ വാക്കുകൾ കൊണ്ട് ലക്ഷ്മണനെ സാന്ത്വനപ്പെടുത്തുന്നതും കൗസല്യയെയും സാന്ത്വനപ്പെടുത്തി കൗസല്യ ചെയ്യേണ്ടതായ നിർവഹിക്കേണ്ടതായ കർത്തവ്യത്തെ ഓർമ്മിപ്പിച്ച് കൗസല്യയെയും ആ പ്രകാരത്തിൽ കൊണ്ടെത്തിക്കുന്നതും നമ്മൾ കാണും. നോക്കണം, രാമന് സിംഹാസനത്തിൽ തെല്ലെങ്കിലും ആഗ്രഹം ഉണ്ടായിരുന്നെങ്കിൽ ലക്ഷ്മണൻ ഇങ്ങനെ ക്രോധിച്ച് നിന്നെ ഞാൻ ഉടനെ അഭിഷേകം കഴിക്കും, ആരെതിർത്ത് നിന്ന് കഴിഞ്ഞാലും എന്റെ ഈ വില്ല് അവരെ മുഴുവൻ തകർത്തെറിയും എന്ന് പറഞ്ഞ് നിൽക്കുമ്പോൾ രാമൻ മിണ്ടാതിരുന്നാ മതി. സിംഹാസനത്തിൽ തെല്ലും ആഗ്രഹം വിദൂരമായിട്ടെങ്കിലും ഉണ്ടെങ്കിൽ മിണ്ടാതിരുന്നാ മതി. ലക്ഷ്മണൻ ഇതെല്ലാം ചെയ്യും. ലക്ഷ്മണന്റെ കരുത്ത് രാമന് നന്നായി അറിയാം. രാമൻ തന്നെ ലക്ഷ്മണനോട് പറയുന്നുണ്ട്, നിനക്ക് അസാധ്യമായിട്ട് യാതൊന്നും ഇല്ലെന്ന് എനിക്കറിയാം. നോക്കണം, രാമന്റെ സ്ഥാനത്ത് വേറൊരാളായിരുന്നുവെങ്കിൽ ഈ അവസരത്തെ നന്നായിട്ട് വിനിയോഗിച്ചേനെ. ഉണ്ടാകാതിരുന്നാൽ മാത്രം മതി. ലക്ഷ്മണൻ രാമൻ അഭിഷേകം നടത്തും. കാര്യങ്ങൾ ഇങ്ങനെയൊക്കെയാണെന്ന് നാട്ടുകാർ ഇപ്പോഴും അറിഞ്ഞിട്ടില്ല. അവരപ്പോഴറിയും. അവരും എല്ലാപേരും ലക്ഷ്മണന്റെ കൂടെ നിൽക്കും. എല്ലാപേരും ചേർന്ന്
രാമന്റെ അഭിഷേകം നടത്തും. വിപരീതം പറയാൻ കൈകേയി മാത്രമേ കാണൂ. ദശരഥൻ പോലും വിപരീതം പറയില്ല. അങ്ങനെ സിംഹാസനത്തിലേറാൻ കൈവന്ന ഏറ്റവും ഗംഭീരമായ സുവർണാവസരം, അതിനെ തന്റെ ആ ധർമ്മനിഷ്ഠ കൊണ്ടും തന്റെ ജ്ഞാനനിഷ്ഠ കൊണ്ടും പൂർണ്ണമായും പ്രതിബന്ധിച്ച് ആ അവസരത്തെ തട്ടിയെറിഞ്ഞിട്ടാണ് അച്ഛനെ സത്യപ്രതിജ്ഞനാക്കാൻ രാമൻ കാനനത്തിലേക്ക് പുറപ്പെടുന്നത്. അത് രാമന്റെ ആ മഹത്വം നമ്മൾ ഇവിടെ എല്ലാം നേരിട്ട് കാണുന്നു. അത് നമുക്ക് ഇനി നാളെ രാത്രി 8:30 ഒരുമിച്ച് കൂടിയിട്ട് പാരായണം ചെയ്യാം, വിചിന്തനം ചെയ്യാം. അതിന് ശ്രീരാമചന്ദ്ര മഹാപ്രഭു തന്നെ നമ്മെ അനുഗ്രഹിക്കട്ടെ. എൻ്റെ വാക്കുകളാകുന്ന പൂജാപുഷ്പങ്ങൾ പാർവതി പരമേശ്വരന്മാരുടെ പാദങ്ങളിൽ, ശ്രീരാമസീത ആഞ്ജനേയന്മാരുടെ പാദങ്ങളിൽ, എൻ്റെ ഗുരുനാഥനായ ജഗദ്ഗുരു സ്വാമി സത്യാനന്ദ സരസ്വതിയുടെ പാദങ്ങളിൽ, എൻ്റെ പരമഗുരുവായ ബ്രഹ്മശ്രീ നീലകണ്ഠ ഗുരുപാദരുടെ പാദപങ്കജങ്ങളിൽ, ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾ ഓരോരുത്തരുടെയും മഹാഗുരുവിൻ്റെ പാദപത്മങ്ങളിൽ, ഈ ആദികാവ്യം നമുക്ക് നൽകി നമ്മെ അനുഗ്രഹിച്ച വാൽമീകി മഹർഷിയുടെ പാദപത്മങ്ങളിൽ, ആ ധന്യമായ സങ്കല്പം കൊണ്ട് പവിത്രമായിരിക്കുന്ന നിങ്ങളുടെ ഹൃദയങ്ങളിൽ പൂജാപുഷ്പങ്ങളെന്നോണം സമർപ്പിച്ചുകൊള്ളുന്നു. ജയ് സീതാറാം.